ഹായ് ഹലോ, ഞാൻ വന്നിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. അതുപോലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു, ഞാൻ ഇത്തിരി ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയാതെ പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇത്രയും ഒതുക്കുന്നു. അപ്പോൾ വീഡിയോകളൊന്നും എനിക്കിടാൻ പറ്റാതെ പോയത് കൊണ്ട് ഞാനൊരു കമ്പിളി നാരങ്ങ ഇട്ടിട്ടുണ്ട്. ഈ കമ്പിളി നാരങ്ങ നമുക്ക് ഒരു അച്ചാറിടാം. ആ അച്ചാർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ എല്ലാ കൂട്ടുകാരും, എല്ലാ സുഹൃത്തുക്കളും, എല്ലാ സഹോദരന്മാരും, ഏട്ടന്മാർ, ചേച്ചിമാർ, അമ്മമാർ, മാമന്മാർ എല്ലാവരും പിന്നെ എൻ്റെ ഈ വീഡിയോ കാണണം. അതുകൊണ്ട് നമുക്കിത് അച്ചാറിലേക്ക് പോകാം. ഇവിടെ ഈ കമ്പിളി നാരങ്ങ നമുക്ക് തൊലി കളഞ്ഞ് അതെങ്ങനെയാണ് നമ്മൾ അച്ചാറിടുന്നു എന്നുള്ളത് നമുക്കും നോക്കാം. ബാ. ഹലോ, ആ കമ്പിളി നാരങ്ങ ഞാൻ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ചെത്തി വൃത്തിയാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് പച്ചവെള്ളത്തിൽ, നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അരിഞ്ഞ് അച്ചാറിന് എങ്ങനെയാണ് നമ്മൾ അരിയുന്നതെന്ന് വെച്ചാൽ അതേ രീതിയിൽ ഞങ്ങൾക്ക് അരിഞ്ഞ് ഞാനിത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ നാട്ടിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ കമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത്. എനിക്ക് മറ്റ് പേരുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പല സ്ഥലത്തും പല പേരായിരിക്കും, എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് ഞാനിന്ന് അച്ചാറിടാൻ പോവുകയാണ്. വാ. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ, സ്വർണ്ണ ചിറകുകൾ വസന്തരാത്രി മയങ്ങുമ്പോൾ, സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? അങ്ങനെ കമ്പിളി നാരങ്ങ ഞാൻ ഈ പരുവത്തിൽ അച്ചാറിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഹലോ കൂട്ടുകാരെ, നമുക്ക് ഈ കമ്പിളി നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടിയാണത്. ഇനി എരിവ് വേണ്ടാത്തവർക്ക് കാശ്മീരി മുളക് പൊടിയാണത്. നമുക്ക് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് നമുക്കത് ചെയ്യാം. പക്ഷേ എനിക്ക് എരിവ് വേണം. ഇനി നമുക്ക് ആവശ്യമായ കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഇത്രയേ ശകലമേ ഉള്ളു വിനാഗിരി ചെയ്ത് കൊടുക്കാം.
വിനാഗിരി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റും ശകലം ഇതെല്ലാം കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ്, കേടാകാതിരിക്കാനും ടേസ്റ്റിനും വേണ്ടിയാണ്. ശകലം ചേർത്താൽ മതി, വേണമെന്നുള്ളവർ ചേർത്താൽ മതി, ഇല്ലാത്തവർ ചേർക്കണ്ട. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഞാനിത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കമ്പിളി നാരങ്ങയിലെന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് ഒരു അരി പോലും അതിൽ കണ്ടിട്ടില്ല. അതിനകത്ത് സാധാരണ ഇതിൽ അരി കാണുന്നതാണ്, ഇതിൽ അരിയൊന്നുമില്ല. നല്ല അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വന്നില്ല, അതെടുത്ത് കളയേണ്ടിയൊന്നും വന്നിട്ടില്ല. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല പുളിയുണ്ട്, ഇതിന് മധുരം കുറവാണ്. പക്ഷേ ഇത് വൈറ്റമിൻ സാധനമാണ്. ഇത് എല്ലാവർക്കും അറിയുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അറിയാമായിരിക്കും. നല്ല വൈറ്റമിൻ സാധനമാണ്. ഇത് ജ്യൂസ് അടിച്ച് കഴിച്ചാലൊക്കെ അടിപൊളിയാണ്, നമ്മുടെ ശരീരത്തിനെല്ലാം നല്ല ഒരു ഇതാണ്. അതുപോലെ ഇനി നമുക്കത് അതിനാവശ്യമായ സാധനങ്ങളെല്ലാം, മസാലക്കൂട്ടെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതിൽ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില. ഇനി അതെങ്ങനെയാണ് നമുക്ക് അച്ചാറിടുന്നതെന്ന് നോക്കാം. നമുക്ക് തീ കത്തിക്കാം. ഇതിലേക്കൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നല്ലെണ്ണയിൽ ഞങ്ങൾ അച്ചാറിടുന്നതെന്ന് പറഞ്ഞാൽ അച്ചാർ ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ വെളിച്ചെണ്ണയിൽ, നാടൻ വെളിച്ചെണ്ണയിൽ അച്ചാറിടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. വെളിച്ചെണ്ണ അതായത് നമ്മൾ വെച്ചിരിക്കാതെ ഒരു 2-3 ദിവസമോ 4-5 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു അച്ചാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ അച്ചാറിടാവുന്നതാണ്. വെളിച്ചെണ്ണയിലാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. നല്ലെണ്ണയിലിടുന്നത് ഒരുപാട് നാൾ നമുക്ക് ഇരിക്കാൻ വേണ്ടിയാണ്. നല്ലെണ്ണ കൊണ്ട് മാത്രം ഒരുപാട് നാൾ ഇരിക്കത്തില്ല, അതിൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത്. കമ്പിളി നാരങ്ങ കൊണ്ടുള്ളൊരു അച്ചാറാണ് ഞാൻ ഇടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്, ഞാൻ ഇട്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഈ അച്ചാർ ഇടുന്നത്. കടുക് നമുക്ക് പൊട്ടിക്കാം. എണ്ണ തിളയ്ക്കുന്നു. അതുപോലെ ഞാൻ വെളിച്ചെണ്ണ നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർക്കുക. ഒരുപാട് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കേണ്ട കാര്യമില്ല. നമ്മളെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ മസാലക്കൂട്ടുകൾ അത് അനുസരിച്ച്, അത് എത്ര ഉണ്ടോ അതനുസരിച്ച് അവരുടെ എരിവ് കാര്യങ്ങൾ എല്ലാം അനുസരിച്ച് വേണം അത് ചെയ്യേണ്ടത്. കമ്പിളി നാരങ്ങ അച്ചാറിടാൻ പോവുകയാണ്. അതിൽ ചേർക്കേണ്ടുന്ന മസാലകൾ: മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കായപ്പൊടി, ശകലം വിനാഗിരി. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി അത് കഴുകി വെച്ചിരിക്കുന്നത് കൂടുതലാണ്. നന്നായി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കണം. അതിലേക്ക് നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയിലും പച്ചമുളക്, ഇഞ്ചി അതിലെല്ലാം ചെറുതായിട്ട് ആ ഉപ്പ് ഒന്ന് അതിലേക്ക് പിടിക്കണം. അത് മാത്രവുമല്ല, ഞങ്ങൾ ഉപ്പിട്ടെടുക്കുമ്പം പെട്ടെന്നത് വാടി മൂക്കുകയും ചെയ്യും. രണ്ടുപയോഗം കൊണ്ട് മതി. അപ്പോൾ ഈ കമ്പിളി നാരങ്ങ മസാലകൾ പുരട്ടി വെച്ചിരിക്കുന്നത് ഇന്ന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മെല്ലെ വേണം ഇളക്കാനുള്ളത്. നല്ല സ്പീഡ് കൂട്ടി വെപ്രാളം കൂട്ടി ഞങ്ങൾ ഇളക്കി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും.
പിരിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ അച്ചാർ ഇടുന്നത്. കമ്പിളി നാരങ്ങ കൊണ്ടുള്ള ഒരു അച്ചാർ ഇടുന്നത് ഞാൻ ഇട്ടിട്ടില്ല, ഇന്ന് ആദ്യമായിട്ടാണ് ഇടുന്നത്. പക്ഷെ ആ കിട്ടിയ കമ്പിളി നാരങ്ങയിൽ അതിന് കുരുവൊന്നുമില്ല. പല സ്ഥലത്തും പല പേരാണ്, കുരുവെന്ന് പറയും. പേടിയാണിത് ഞാൻ ഇളക്കുന്നത്. അതിന് വേദനിക്കാത്ത രീതിയിലാണ് ഞാൻ ഇളക്കുന്നത്. കാരണം ഇത് പിരിന്നു പോകും. പിരിന്നു പോയാൽ നമ്മുടെ ആ അച്ചാറിൻ്റെ ആ ഒരു ഭംഗി അങ്ങ് മാറും. ഈ പരുവത്തിൽ കിടക്കണം. വായിൽ വെള്ളം കൂറുന്നു. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. സെറ്റായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ചെയ്യുക. ഇവിടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഹലോ, കമ്പിളി നാരങ്ങ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ്. നന്നായിട്ടുണ്ട്. ഇനി എനിക്ക് ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കാം. നമുക്കത് നോക്കണ്ടേ? ബാ. അടിപൊളിയായിട്ടില്ലേ കൂട്ടുകാര്? ഇങ്ങനെ ഇതിപ്പോൾ ചൂടുണ്ട്, ഒരറ്റത്തുനിന്ന് എടുക്കണം. നമുക്കിത് കഴിച്ച് നോക്കാം. എങ്ങനെ ഇരിക്കുമോ എന്തോ നോക്കാം കൂട്ടുകാരെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ കമ്പിളി നാരങ്ങ അച്ചാർ കൊണ്ട് നമുക്ക് ചോറിന്ന് കഴിച്ച് നോക്കാം. ബാ. എനിക്ക് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൊള്ളാൻ വയ്യാത്ത ഒരു ധൃതിയിലാണ് ഞാൻ. ബാ, എല്ലാവരും വരിക, നമുക്ക് നോക്കാം. വായിന്ന് വെള്ളമൊക്കെ പോകുന്നു. നല്ല മണം, നല്ല സൂപ്പർ മണം. ചെറിയൊരു കയ്പുണ്ട്. അതാ തൊലി, അതിൻ്റെ പുറത്തെ തൊലി നന്നായിട്ട് ഞാനങ്ങ് വെളുക്ക ചെത്തിയില്ല, എന്നാൽ ചെത്തുകയും ചെയ്ത ആ രീതിക്കാണ് ഞാനത് കാണിച്ചു തന്നായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തെങ്കിൽ ഇത് പിരിന്ന് പോകാതെ നോക്കാൻ പറ്റും. എന്നിട്ട് തന്നെ കുറച്ച് പിരിന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾ ഇത്രത്തോളം ശ്രദ്ധിച്ചിട്ട് പോലും പോകുന്നുണ്ട്. പക്ഷേ കൂടുതൽ അത് പോകാതിരിക്കാൻ ശ്രമിക്കുക. നന്നായിട്ടുണ്ട്, അടിപൊളി സെറ്റ്. കിടുക്കാച്ചി. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ബൈ.